ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ഡാൻസ് ട്യൂട്ടോറിയൽ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഏതാണ് വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പക്ഷെ ആ മൂവി കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഭയങ്കര ഇപ്പോൾ ട്രെൻഡിങ് ആണ്. ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് ആ മൂവി. കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ് മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള. ആ മൂവിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സോങ്ങിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഓക്കെ, ആ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സോങ് മാത്രമല്ല, വേറൊരു സോങ് കൂടെ ഉണ്ടല്ലോ ആ മൂവിയിൽ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാണാതെ തന്നെ ഞാൻ അതിൻ്റെ ഭയങ്കര ഒരു ഫാനാണ് ആ മൂവിയുടെ. കാരണം റിയൽ സ്റ്റോറി ആണല്ലോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പക്ഷെ ആ മൂവി കാണാൻ പറ്റിയിട്ടില്ല ഗൈസ്. നിങ്ങൾ ആരെങ്കിലും ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിലിടണം. ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് അറിയാം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ ആരൊക്കെയാണ് ആ മൂവി കണ്ടിട്ടുള്ളതെന്ന് എനിക്കറിയണം. ഓക്കെ, പിന്നെ എന്താ പറയാമെന്ന്, വീഡിയോ ഫുള്ളും കാണണം. പക്ഷെ അതിന് മുന്നേ ഒരു കാര്യം പറയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പിട്ടിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോയിൽ സജഷൻ ഉണ്ടായിരുന്നു, സോങ് പ്ലേ ചെയ്ത് കളിക്കണം എന്ന്. പക്ഷേ ഞാൻ എപ്പോൾ എടുക്കുമ്പോഴും അതങ്ങ് മറന്നു. ഇങ്ങനെ സോങ്ങിൻ്റെതും അല്ലെങ്കിൽ അത് എടുക്കണം എന്നുള്ള കാര്യം മറന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇടുന്ന ഈ ട്യൂട്ടോറിയൽ വീഡിയോയുടെ ഷോർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ആ ഷോർട്സ് പോയി കാണണം. കണ്ടാൽ മാത്രമേ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ, ഇതാണ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഇതാണ് മ്യൂസിക് എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ ആ വീഡിയോ കാണണം. കണ്ടിട്ട് വന്നിട്ട് നമ്മുടെ ഈ ട്യൂട്ടോറിയൽ വീഡിയോ കാണണം. അപ്പം നിങ്ങൾക്ക് എന്താണ് ഓക്കെ ഇതാണ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഇത് ഈ മ്യൂസിക്കാണ് എന്ന് മനസ്സിലാവും. പൊതുവേ നമ്മളിപ്പോൾ ഏതൊരു ഡാൻസും പഠിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ പോലും ഏതൊരു ഡാൻസും കാണുന്നതിന് നമുക്ക് പഠിക്കാൻ ശ്രമിക്കുന്നതിന് മുന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാട്ട് നന്നായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഏതൊരു ഡാൻസിൻ്റെ ആയാലും, ഇപ്പോൾ ക്ലാസിക്കലായാലും സിനിമാറ്റിക് ആയാലും പാട്ട് പാടാനല്ല, പാട്ടറിയാം. കാരണം പാട്ടറിഞ്ഞാലേ ആ സ്റ്റെപ്പ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പാട്ട് ആദ്യം അറിയണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ചെന്നിട്ട് ഞാൻ ഇട്ടിട്ടുള്ള ഷോർട്സിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണണം. കണ്ടിട്ട് വേണം ഈ ട്യൂട്ടോറിയൽ വീഡിയോ കാണേണ്ടത്. ഓക്കെ, നമുക്ക് ഡാൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ അതാ ബാക്കിൽ ലൂസി വന്ന് നിൽപ്പുണ്ട് ഗൈസ്. ഭയങ്കര അനുസരണമായിട്ട് പോകാൻ പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ജസ്റ്റ് ഒന്ന് ഇരുന്ന് നമ്മുടെ റൈറ്റ് ലെഗ് 2 തവണ ഒന്ന് ചവിട്ടിയിട്ട് ലെഫ്റ്റ് പൊക്കണം. ഓക്കെ, 1 2 3 1 2 3. ആദ്യം ഒന്ന് ഇരുന്ന് റൈറ്റ് 2 തവണ ചവിട്ടി ലെഫ്റ്റ് പൊക്കി ആ ലെഫ്റ്റ് കറക്കി ബാക്കിലോട്ട്, പിന്നെ റൈറ്റ് വീണ്ടും നീട്ടിയിട്ട് ബാക്കിൽ കൊണ്ടുവരണം. 1 2 3 4 അങ്ങനെ കൊണ്ടുവരണം. ഓക്കെ, ഒന്നും കൂടി ചെയ്യാം. 1 2 3 1 2 3 1 1 2 3 1 2. ഓക്കെ, നമുക്കത് തന്നെ ഒന്നും കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, 1 2 3 1 2 3 1 1 2 3 1 2. ഓക്കെ, അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് ഈസിയാണ്. നമ്മുടെ കാല് മൂവ്മെന്റ് അധികം ഇല്ല, ബോഡിയും കൈയും. ഓക്കെ, 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പോൾ നമുക്കിനി തേർഡ് സ്റ്റെപ്പ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുന്നിട്ട് റൈറ്റ് ലെഗ് തന്നെ 1 2 3 1 2 3 1 2 ലെഫ്റ്റ് പൊക്കി ഫ്രണ്ടിൽ വെക്കണം. പിന്നെ ബാക്കി ഇരിക്കുന്ന റൈറ്റ് വെച്ചിട്ട് മൂവ് ചെയ്യണം. 1 2 3 1 2 3 4 5 6 7 8. ജസ്റ്റ് ഫ്രീ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് ലാസ്റ്റത്തെ. 1 2 3 1 2 3 4. ഓക്കെ, ഇനി 1 2 3 4. ജസ്റ്റ് ഒരു സിമ്പിൾ മൂവ് ആണത്. 1 2 3 1 2 3 4 1 2 3 4. ഓക്കെ,
അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാനാണ് ഞാൻ ഒന്നും കൂടി ചെയ്യുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ് വരുന്ന സ്റ്റെപ്പ് സിമ്പിളാണ് കേട്ടോ. നമ്മുടെ റൈറ്റ് ലെഗ് ഇട്ടൊരു മൂവാണ്. 1 2 3 4 1 2 3 1 2 3. ഓക്കെ, പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്താ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഞാൻ വളരെ ചുരുക്കിയാണ് ഇടാറുള്ളത്, ഒരുപാട് നീട്ടി ട്യൂട്ടോറിയൽ വീഡിയോ ഇടാറില്ല. കാരണം എല്ലാവരും കാണണം. നമ്മൾ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. അപ്പം കാണാനായിട്ടാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ ഒട്ടും ലെങ്തി ആയിട്ടൊരു വീഡിയോ ഇടാറില്ല. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.